Astro Guru, where the wisdom of the cosmos lights your path. നമസ്കാരം. ഈ 2026-2027 പുതുവർഷഫലം നമുക്കൊന്ന് നോക്കാം. മലയാള മാസം 1202 ആണ്ട് ചിത്തിര നക്ഷത്രത്തിന് 7:59 AM സംക്രമണം നടക്കുന്നു. സൂര്യൻ ചിങ്ങൻ രാശിയിലേക്ക് രാശി പരിവർത്തനം നടത്തുന്നു. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു വർഷത്തെ ഫലമൊന്നും നോക്കാം. ഇത് ഒരു വർഷത്തെ ഫലമാണ്. അപ്പൊ ഒരു വർഷത്തെ ഫലമായതുകൊണ്ട് തന്നെ പല ഗ്രഹങ്ങളുടെ ട്രാൻസിഷന് നമ്മൾക്കിവിടെ കൺസിഡർ ചെയ്തിട്ടുണ്ടായിട്ടുണ്ട്. സപ്പോസ് ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ശനിയുണ്ട്. അതുപോലെ ശനിയുടെ ട്രാൻസിഷൻ 2.5 വർഷമാണ്. പക്ഷെ ശനി അടുത്ത വർഷം മാറുന്നുണ്ട്. അതേമാതിരി വ്യാഴത്തിന്റെ 1 വർഷമാണ് ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ. അതായത് ഗോചാരം ഒന്നും ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ അത് നമ്മൾ കൺസിഡർ ചെയ്യണം. ഇടയ്ക്കത്തെ ഈ പറയുന്ന വ്യാഴത്തിന്റെ ആയിട്ടുള്ള ചേഞ്ച്. അതുപോലെ ഈ വർഷം തന്നെ രാഹുവും കേതുവും മാറുന്നുണ്ട്. അപ്പൊ അത് മേജറായിട്ടുള്ള ഒരു ഇവന്റ് ആണ്. രാഹു കേതു മാറുക എന്ന് പറഞ്ഞാൽ പല രീതിയിലുള്ള ഒബ്സ്റ്റക്കിൾ തടസ്സങ്ങൾ കൊണ്ടുത്തരുന്നതാണ്. കാരണം ഇപ്പം നമുക്ക് ശനി നോക്കിക്കഴിഞ്ഞാലും അല്ലെന്നുവരിയിലെ വ്യാഴമൊക്കെ നോക്കിയിട്ട് പൊതുവെ വ്യാഴം എന്ന് പറഞ്ഞാൽ നല്ല ഫലങ്ങൾ മാത്രം കൊണ്ടുത്തരുന്നതാണ്. അപ്പം ഈ ഒരു ഗ്രഹത്തിൻ്റെ പകർച്ചയെന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ചില നല്ല ഗുണങ്ങളിൽ വ്യാഴം കൊണ്ടുത്തരുമ്പം അതിനെയൊക്കെ തട്ടിത്തെറിപ്പിക്കാൻ കഴിവുള്ള 1-2 ഗ്രഹമാണ് ഈ രാഹു കേതുക്കളെ. സാധാരണ ഗ്രഹങ്ങളെല്ലാം മുമ്പോട്ടാണ് കറങ്ങുന്നത് ക്ലോക്ക് വൈസ്. അപ്പൊ ഈ രാഹു കേതുക്കളെ ആന്റി ക്ലോക്ക് വൈസ് ആണ് കറങ്ങുന്നത്. ഈ ജൂൺ 2 വ്യാഴം മാറുകയുണ്ടായി. അതിനുശേഷം ശനി വക്രത്തിൽ പോവുകയുണ്ടായി. അപ്പോൾ പല കേസിലും ഈ വക്രത്തിൽ ഈ കൂടുതലായിട്ട് പോകുന്ന സമയത്ത് നമുക്ക് അഫക്റ്റ് ചെയ്യുന്ന ചില ആൾക്കാരുടെ ബർത്തിയായിട്ടിലെ ശനിയും വ്യാഴവും ഒക്കെ വക്രത്തിലാവും. അങ്ങനെയുള്ളവർക്ക് കൂടുതലായിട്ട് ഇത് വക്രത്തിലുള്ള സമയത്ത് അഫക്റ്റ് ചെയ്യുന്നത്. സപ്പോസ് ഇപ്പോൾ വ്യാഴം ബർത്തിയായിട്ടിലെ വക്രത്തിൽ നിൽക്കുന്ന ആൾക്കാർക്ക് വിദേശത്ത് പോകണം എന്നുള്ളൊരു ആഗ്രഹമാണ്. അതുപോലെ വ്യാഴവും ചന്ദ്രനും ഒക്കെ കണക്ട് ചെയ്തിരിക്കുന്ന ആൾക്കാർ ജനിച്ച സ്ഥലത്തുനിന്ന് മാറി താമസിക്കാനും വേറെ സ്ഥലത്ത് ജോലി ചെയ്യാനും ഒക്കെ ഒരുപാട് സാധ്യതകളാണുള്ളത്. കാരണം എന്ന് പറഞ്ഞാൽ ഈ ചന്ദ്രൻ എന്ന ട്രാവലിൻ്റെ കൂടെ ഗ്രഹമാണ്. അതുപോലെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ വ്യാഴത്തിൻ്റെ കൂടെ രാഹു നിൽക്കുന്നവർക്ക് ഫോറിനിൽ പോയി സെറ്റിൽ ചെയ്യാനുള്ള യോഗമുണ്ട്. അതുപോലെ വ്യാഴം രാഹു ചന്ദ്രന് ഇങ്ങനെയൊക്കെയുള്ള ഒരു കോമ്പിനേഷൻ നിങ്ങളുടെ വൃത്തിയായിട്ട് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരുപാട് യാത്ര ചെയ്യാനായിട്ട് വരാം. അതുപോലെ ഈ പറയുന്ന വ്യാഴം വീനസ് നല്ല രാഹു അതേമാതിരി ശനി ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് മൾട്ടി മില്യണർ യോഗ എന്ന് പറയും. ഒരുപാട് സമ്പത്ത് ഉണ്ടാക്കാനുള്ള യോഗമുണ്ട്. അങ്ങനെ നമ്മുടെ ബർത്തിയാട്ടിലെ കണക്ടിവിറ്റി വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. പ്രത്യേകിച്ച് ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ മെർക്കുറി കേതു ഒക്കെ കണക്ട് ചെയ്യുക, അതായത് ബുധനും കേതു കണക്ട് ആയിട്ടുണ്ടെന്നൊരു 100% ആൾ വിദ്യാഭ്യാസം മുടങ്ങിപ്പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അങ്ങനെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും പറയാൻ പറ്റുമെന്ന് പറയാം. അതേമാതിരി ചില ആൾക്കാർക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ വ്യാഴം അതുപോലെ മെർക്കുറി ഈ പറയുന്ന ബുധനും ഒക്കെ കണക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് കൊമേഴ്സ്യൽ പ്രോപ്പർട്ടി വാങ്ങിക്കാൻ, അതല്ല രീതിയിൽ വ്യാഴവും വീനസും ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഹൗസ് നല്ല വീട് വാങ്ങിക്കാൻ, അതിൻ്റെ കൂടെ നല്ല രാഹു നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ 3-4 വീടൊക്കെ വായിക്കാനുള്ള സാഹചര്യമുണ്ട്. അതുപോലെ വ്യാഴവും ചൊവ്വ ഒക്കെ കണക്ട് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക്, അങ്ങനെയുള്ള ആൾക്കാർക്ക് ലാൻഡ് പ്രോപ്പർട്ടി വാങ്ങിക്കാനുള്ള യോഗമുണ്ട്. പ്രത്യേകിച്ച് രാഹു ഒക്കെ കൂടി നിൽക്കാവുന്നവർ മൾട്ടിപ്പിൾ ആയിട്ടുള്ള 1-ൽ കൂടുതൽ പ്രോപ്പർട്ടി ഒക്കെ വാങ്ങിക്കാനുള്ള യോഗമുണ്ട്. അതുപോലെ ഈ വ്യാഴം രാഹു ഒക്കെ ചില ആൾക്കാർക്ക് ചേർന്ന് നിൽക്കുന്ന വൃത്തിയായിട്ടില്ല. അങ്ങനെയുള്ള ആൾക്കാർക്ക് പല രീതിയിലുള്ള കൊച്ചിലെ ചില അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ജീവിതത്തിലെ പല കാര്യങ്ങളും നമുക്ക് ഈ ഒരു കണക്ടിവിറ്റിയിൽ നിന്ന് നമുക്ക് അറിയാൻ പറ്റും. നമ്മുടെ ബർത്തിയായിട്ടിലെ കണക്ടിവിറ്റി അത് ആമുഖമായിട്ട് പറഞ്ഞു. അപ്പം നമ്മളിവിടെ ഇത് കാര്യത്തിലോട്ട് കടക്കാം. അപ്പം ജൂൺ 2 വ്യാഴം കർക്കിടക രാശിയിലോട്ട് മാറുകയുണ്ടായി. എന്നാൽ ഒക്ടോബർ 31 വ്യാഴം കർക്കിടക രാശിയിൽ നിന്ന് ചിങ്ങൻ രാശിയിലോട്ട് മാറുകയാണ്. എന്നാൽ ഈ ഒക്ടോബർ 31 മാറുന്ന വ്യാഴം ജൂൺ 24 തിരിച്ച് പിന്നെയും കർക്കിടക രാശിയിലോട്ട് വരുന്നു. അപ്പൊ ഏകദേശം ഒരു 84-85 ദിവസമാണ് നമുക്കൊരു അനുകൂലമായിട്ടുള്ള സമയമാണ്. ഈ ഒരു പീരീഡ് ഒന്ന് നോട്ട് ചെയ്യണം. കാരണം ഈ ഒക്ടോബർ 31 മുതൽ ജൂൺ 24 വരെയുള്ള ഒരു പീരീഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലർക്കും നല്ലതായിട്ടുള്ള ഫലങ്ങൾ കൊണ്ടുത്തരും. അപ്പൊ ഇതിനകത്ത് വേറൊരു കാര്യം, ഇപ്പൊ നമുക്കിപ്പോൾ വ്യാഴത്തിന്റെ കാര്യം കൺസിഡർ ചെയ്തു. എന്നാൽ 2027 ജൂണില് വീണ്ടും വ്യാഴത്തിന്റെ ട്രാൻസിഷൻ വരുന്നുണ്ട്. അല്ലെന്ന് ഈ പറയുന്ന ഗോചാരത്തിലോട്ട് രാശി പരിവർത്തനവും നടക്കുന്നുണ്ട്. അതുപോലെ ശനിക്കാണേലും 2027 മാറ്റം സംഭവിക്കുന്നുണ്ട്. ഇപ്പൊ ശനി സഞ്ചരിക്കുന്ന മീനൻ രാശിയിലാണ്. ജൂൺ 3 2027 ശനിയും മീനൻ രാശിയിൽ നിന്ന് മേടൻ രാശിയിലോട്ട് മാറുന്നുണ്ട്. അപ്പൊ അതിൻ്റെ ആയിട്ടുള്ള പല രീതിയിലുള്ള വ്യത്യാസം വരുമെന്ന് മനസ്സിലാക്കാം. എന്നാൽ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രാഹു കേതുക്കൾ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. രാഹു കേതുക്കളുടെ ട്രാൻസിഷൻ പറഞ്ഞു 1.5 വർഷമാണ്. അപ്പം രാഹു കേതുക്കള് ഡിസംബർ 5 2026, അതായത് ഈ വർഷം തന്നെ 2026 ഡിസംബർ 5 രാഹു കേതു മാറുന്നുണ്ട്. രാഹു കേതു മാറുന്ന രണ്ടും ഒറ്റ ടൈമിലാണ് മാറുന്നത്. സാധാരണ ഗ്രഹങ്ങൾ മാതിരിയല്ല,
കാരണം ഇവിടെ ഗ്രഹണമൊക്കെ കൊണ്ടുത്തരുന്ന ഗ്രഹങ്ങളാണ് ഈ രാഹു കേതുക്കൾ. പല രീതിയിലും പല നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മനുഷ്യ ജീവിതത്തിൽ കൊണ്ടുത്തരാൻ കഴിവുള്ള ഗ്രഹങ്ങളാണ്. അപ്പോൾ നമുക്കിവിടെ വ്യാഴം പലതും അനുകൂലമായിട്ട് തരുന്നത്, കാരണം വ്യാഴം നമുക്ക് നല്ല ചിന്താഗതികളെ നന്മ മാത്രം കൊണ്ടുത്തരുള്ളൂ. പക്ഷെ എന്നാൽ ഇവിടെ നമ്മൾ ഈ രാഹു കേതു മാറുമ്പോൾ നമുക്ക് ചില രീതിയിലുള്ള നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റുകൾ, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുത്തരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതുൾപ്പെടെ നമ്മളിവിടെ കൺസിഡർ ചെയ്യണം. 2026 ഡിസംബർ 5-ാം തീയതി 8:03 PM രാഹു കേതുക്കളുടെ രാശി പരിവർത്തനം നടക്കും. രാഹു ഇവിടെ കുംഭൻ രാശിയിൽ നിന്നും മകരൻ രാശിയിലോട്ട് വരുന്നു. അതുപോലെ കേതുവിനെ നോക്കിക്കഴിഞ്ഞാൽ ചിങ്ങൻ രാശിയിൽ നിന്ന് കർക്കടക രാശിയിലോട്ട്. കാരണം ഇതെപ്പോഴും ഓപ്പോസിറ്റാണ് മൂവ് ചെയ്യുന്നത്. ബാക്കിയുള്ള ഗ്രഹങ്ങളെല്ലാം ക്ലോക്ക് വൈസിൽ കറങ്ങുമ്പോൾ ഈ ഒരു 2 ഗ്രഹങ്ങൾ ആൻറ്റി ക്ലോക്ക് വൈസിൽ കറങ്ങുന്നു. അപ്പോൾ ഓരോ ആൾക്കാർക്ക് എന്തൊക്കെ അതിൻ്റെതായിട്ടുള്ള ഫലപ്രവചനത്തിൽ വ്യത്യാസം വരുമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഈ ഒരു ഡേറ്റുകൾ എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് പറയത്തില്ല ഇനിമേ. അപ്പോൾ നിങ്ങൾ ഈ ഡേറ്റുകൾ നോട്ട് ചെയ്യണം. ആ മാസം മാത്രമേ പറഞ്ഞു പോകത്തുള്ളൂ. പിന്നെ നമ്മളിവിടെ ഒന്ന് മനസ്സിലാക്കേണ്ടത്, അസ്ട്രോളജി ഈസ് എ പ്രോബബിലിറ്റി, സംഭവിക്കാൻ സാധ്യതയുണ്ട്. നമ്മളെ ഗൈഡ് ചെയ്യുകയാണ്, നമ്മളെ ത്രൂ ഔട്ട് ലൈഫിലെ കാര്യങ്ങളെ കൂട്ടിക്കൊണ്ട് കാണിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ കാര്യങ്ങളെ കണക്ക് വെക്കാൻ. കാരണം നമ്മുടെ ബർത്തിയായിട്ട് ചില യോഗം ഉണ്ട് എന്നും പറഞ്ഞ് നമ്മൾ ചുമ്മാ ഇരുന്ന് കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒന്നും നേടാൻ പറ്റത്തില്ല. നമ്മുടെ ഓരോ എവരി ക്രിയേഷൻ ഈസ് ക്രിയേറ്റഡ് ഫോർ എ ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ സൃഷ്ടിയെയും ഓരോ സൃഷ്ടിക്ക് വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടത്. അപ്പോൾ നമ്മളെ ഓരോ കർമ്മം ഏൽപ്പിച്ചിട്ടാണ് നമ്മുടെ ഈ പ്രകൃതി നമ്മളിവിടെ നിയോഗിച്ചേക്കുന്നത്. അപ്പം നമ്മളത് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അത് ചെയ്യുമ്പോഴേ അതിൻ്റെ എഫക്റ്റ് കിട്ടുള്ളൂ. അപ്പം ബർത്തിയായിട്ട് നമുക്ക് ഒരു 50% ഒരു സപ്പോർട്ട് ചെയ്യുന്നു. ബാക്കി 25% നമ്മുടെ നല്ല കർമ്മങ്ങൾ. അതേമാതിരി ഇന്നത്തെ കാലത്ത് ഈ ന്യൂമറോളജിക്കലി പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ആൾക്കാർക്ക്, ചില നമ്പേഴ്സിൻ്റെ എനർജി കയറി ബാലൻസ് ആയിട്ട് പല രീതിയിൽ ഒരുപാട് ആൾക്കാർക്ക് മൊബൈൽ ന്യൂമറോളജി എന്നുള്ള ഒരു സബ്ജക്റ്റ് ഉണ്ട്. അപ്പം ന്യൂമറോളജിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ വരാറുണ്ട്, പല ഇമ്പാക്റ്റുകൾ വരാറുണ്ട്. അതേമാതിരി വാസ്തുപരമായിട്ടുള്ള പല രീതിയിലുള്ള ചില ഡയറക്ഷനിലൊക്കെ കൊണ്ട ടോയ്ലറ്റുമൊക്കെ പ്രത്യേകിച്ച് നോർത്തൊക്കെ എന്നുള്ള ബിസിനസ്സിൻ്റെ ഗ്രഹമാണ്. ബിസിനസ്സിൻ്റെ ഗ്രഹം എന്ന് പറഞ്ഞാൽ മെർക്കുറിയാണ് ഭരിക്കുന്നത്. അതുപോലെ വെസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ശനിയാണ് ഭരിക്കുന്നത്. അപ്പോൾ തൊഴിലിന് തടസ്സം അങ്ങനെയുള്ള ഡയറക്ഷൻ ടോയ്ലറ്റ് വന്നാൽ, അതുപോലെ സൗത്ത് ഈസ്റ്റിലൊക്കെ ടോയ്ലറ്റ് വന്നു കഴിഞ്ഞാൽ ശുക്രനാണ് ഭരിക്കുന്നത്. പല രീതിയിലുള്ള പൈസ സമ്പാദ്യവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, പൈസ നഷ്ടപ്പെടുക, പൈസ സമ്പാദിക്കാൻ പറ്റില്ല, ദാരിദ്ര്യം അനുഭവിക്കുക, നമ്മുടെ സമ്പത്ത് നശിക്കുക. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള ഈ ഓരോ ഡയറക്ഷനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലർ വിചാരിക്കും ഇതൊക്കെ ചുമ്മാന്ന്, കാരണം ഇത് പ്രകൃതി എനർജി, ഇവിടെ ജാതി മതങ്ങളും ഒക്കെ എന്നുള്ള മനുഷ്യരാണ് ഉണ്ടാക്കിയേക്കുന്നത്. നിങ്ങൾ മാക്സിമം പറ്റുന്നത് എന്തെങ്കിലും നമ്മൾ സമ്പാദിക്കുന്നതിൻ്റെ ഒരു 10% പറ്റുന്ന രീതിയിൽ ദാനധർമ്മങ്ങൾ ചെയ്യുക. ദാനധർമ്മമാണ് എല്ലാത്തിനെയും പോസിറ്റീവ് ആക്കാനുള്ള. ഒരു പാവങ്ങൾക്കില്ലാത്ത ഒരു വയറൊട്ടി നടക്കുന്ന ആൾക്കാരുണ്ട്, അങ്ങനെയുള്ളവർക്ക് ദാനധർമ്മം ചെയ്യുക. അപ്പോൾ പലതും നമുക്ക് പോസിറ്റീവായിട്ട് വരും. അല്ലാതെ അടുത്ത ഇന്ന ആൾ ഒരുപാടുണ്ട് നമ്മളങ്ങ് എടുത്തേക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കിട്ടിയാൽ കൊള്ളാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കത്തില്ല. പ്രകൃതിക്ക് ഒരു എനർജി ഉണ്ട്, അതെപ്പോഴും നമ്മൾ ബാലൻസ് ചെയ്ത് പോകുന്നത് നല്ലതാണ്. അപ്പോൾ ഇവിടെ മേജർ ട്രാൻസിഷൻ പീരീഡ് പറഞ്ഞു, ശനിയുടെ പറഞ്ഞു, രാഹു കേതുക്കളെ പറഞ്ഞു, വ്യാഴത്തിൻ്റെ പറഞ്ഞു. അതുപോലെ ബാക്കിയുള്ള ഗ്രഹങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്. ട്രാൻസിഷൻ പീരീഡ് വളരെ കുറവാണ്. ചൊവ്വാഴ ഏകദേശം ഒരു അപ്രോക്സിമേറ്റ് 48 ദിവസം വേണമെന്ന് പറയാം. അതുപോലെ ശുക്രൻ്റെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 27 ദിവസം, ഒരു മാസം. അല്ലാതെ ബാക്കി മെർക്കുറി ബുധൻ്റെ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ 15-18 ആ ഒരു രീതിയിൽ ഏകദേശം കണക്കൂട്ടിയാൽ മതി. കാരണം ഇതിനകത്തൊക്കെ വക്രങ്ങളൊക്കെ വരുന്നുണ്ട്. എന്നാൽ ആവറേജ് പല ബാക്കിയുള്ള ഗ്രഹങ്ങളെല്ലാം നോക്കുക ഒരു മാസത്തിൽ താഴെ എന്നുള്ള രീതിയിൽ വിചാരിക്കുക. അതുപോലെ ചന്ദ്രനെ നോക്കിക്കഴിഞ്ഞാൽ 2.25 ദിവസം മാത്രമേ ഉള്ളൂ. ഏറ്റവും ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന ഒരു ഗ്രഹമാണ് ചന്ദ്രൻ. അപ്പോൾ മെയിനായിട്ട് ഇവിടെ പറയാനുള്ള ഈ രാഹു കേതുക്കളുടെ മാറ്റം കൊണ്ട് തന്നെ പല രീതിയിലുള്ള ഇമ്പാക്റ്റുകളെ ഈ ഒരു വർഷം ഇവിടെ നടന്നിരിക്കും. പ്രത്യേകിച്ച് 2027 സെപ്റ്റംബറൊക്കെ ആകുമ്പോഴത്തേന് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരു വർഷത്തിന് മുമ്പേ വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഇവിടെ പുതിയൊരു വൈറസ് വരാനുള്ളതും വേൾഡ് ഫൈനാൻഷ്യൽ ക്രൈസിസ്, അതായത് ലോക സാമ്പത്തിക തകർച്ച എന്ന് പറയുന്ന ഒരു കാര്യം നടക്കാനുണ്ട്. അത് ഈ ഒരു 2027 അടുത്ത വർഷത്തോടുകൂടി നടക്കും. അതുപോലെ പുതിയൊരു വൈറസ് ഏകദേശം ഒരു ഓഗസ്റ്റ് മാസം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന അടുത്തടുപ്പിച്ച് അത് കഴിയുന്ന ഒരു സമയത്തേക്ക് വരാനുള്ള പോസിബിലിറ്റി, സാധ്യതകൾ അങ്ങനെയൊക്കെ ഉണ്ട്. അത് നേരത്തെ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു വർഷത്തെ ഫലമെന്ന് പറഞ്ഞാൽ പൊതുവെ മിക്സായിട്ടുള്ള റിസൾട്ടാകും. പല രാജ്യങ്ങൾക്കും അല്ല ലീഡർഷിപ്പിനും പല രീതിയിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കാൻ അത്ര ഈസി ആയിരിക്കില്ല. രക്തച്ചൊരിച്ചിലുകൾ അല്ല ഏറ്റുമുട്ടലുകൾ അങ്ങനെ ഇന്ത്യയിലും അല്ലാതെ വിദേശ രാജ്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള പല സാധ്യതകളും. അപ്പോൾ ഈ ഒരു രാഹു കേതുക്കളുടെ മാറ്റം, ശനിയുടെ മാറ്റം അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് പല രീതിയിലുള്ള ഫൈനാൻഷ്യലായിട്ടുള്ള പ്രശ്നങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ, സാമ്പത്തിക അനിശ്ചിതാവസ്ഥ, അതേമാതിരി രക്തച്ചൊരിച്ചിലുകൾ, പ്രത്യേകിച്ച് ചൊവ്വാടൊക്കെ ചില ഇതിനൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും ഇവിടെ ഉണ്ട്. അതുപോലെ പുതിയ വൈറസിൻ്റെ കാര്യം പറഞ്ഞു. നിങ്ങൾക്ക് ഈ വർഷം ഫലം എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം.
അതുപോലെ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കാനോ എടുക്കാനോ ബൃഹനാടി നക്ഷത്രനാടി വേദിക് അസ്ട്രോളജി റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു നെയിം അലൈൻമെൻറ്റ് ബ്രാൻഡ് അലൈൻമെൻറ്റ് ഇങ്ങനെ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും പഠിക്കാനോ എടുക്കാനോ കൺസൾട്ടേഷൻ ഓൺലൈൻ കൺസൾട്ടേഷനോ ഒക്കെ ഉണ്ടെന്നതിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ മൊബൈൽ ന്യൂമറോളജി ബന്ധപ്പെട്ടായിട്ടുള്ള മൊബൈൽ നമ്പറിൻ്റെ അലൈൻമെൻറ്റ് വാസ്തു റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതുപോലെ എന്തെങ്കിലും കമൻറ്റ് കാര്യങ്ങളുണ്ടെന്നതിൽ അറിയിക്കുക. അതുപോലെ ഇവിടെ ഇതിനകത്ത് ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുമായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള പല സബ്ജക്റ്റ് പുതിയ പല സബ്ജക്റ്റ് വരുന്നുണ്ട്. നിങ്ങൾക്കത് കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്യാവുന്നതാണ്. കുംഭൻ രാശിയെ നോക്കിക്കഴിഞ്ഞാൽ കുംഭൻ രാശിയുടെ നക്ഷത്രാധിപൻ എന്നുള്ള ശനിയാണ്. ഇവിടുത്തെ നാളുകൾ അവിട്ടം, ചതയം, പൂരുട്ടാതി. അവിട്ടത്തിൻ്റെ രണ്ടാമത്തെ പകുതി, അതുപോലെ ചതയം, പൂരുട്ടാതിയുടെ മുക്കാല് എന്നിവയാണ്. ഇവിടെ അവിട്ടത്തെ കൺട്രോൾ ചെയ്യുന്ന ചൊവ്വയാണ്, ശനികർമ്മയാണ്. അതുപോലെ ചതയത്തെ കൺട്രോൾ ചെയ്യുന്ന രാഹുവാണ്, രാഹു കർമ്മയാണ്. പൂരുട്ടാതിയെ നോക്കിക്കഴിഞ്ഞാൽ വ്യാഴമാണ് കൺട്രോൾ ചെയ്യുന്നത്, സൂര്യകർമ്മയാണ്. അപ്പോൾ നിങ്ങളുടെ കർമ്മകാര്യങ്ങളൊന്നും നോട്ട് ചെയ്തു. അപ്പോൾ ഈ ഒരു രാശിക്കാർക്ക് നോക്കിക്കഴിഞ്ഞാൽ വ്യാഴം 6ലേക്കാണ് വരുന്നത്. അപ്പോൾ തൊഴിൽപരമായിട്ട് ബന്ധപ്പെട്ടിരുന്ന പല രീതിയിലുള്ള തടസ്സങ്ങളൊക്കെ ഒന്ന് മാറാൻ വളരെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ. അതുപോലെ എന്തെങ്കിലും കടബാധ്യതകൾ കൊണ്ടായിരുന്ന ആൾക്കാർക്ക് അതൊരു പരിധി വരെ കുറയാൻ, കടങ്ങളൊക്കെ എടുക്കാതെ അങ്ങനെയൊക്കെയുള്ള അടച്ചു തീർത്താനുള്ള ഒരു അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വരാൻ, അല്ലെങ്കിൽ തൊഴിലിൽ നല്ല ഉയർച്ച വരാൻ, പുതിയ എഗ്രിമെൻറ്റ് പുതിയ കരാറുകളൊക്കെ കിട്ടാൻ, ജോലി തടസ്സങ്ങൾ മാറാൻ, ജോലി സ്ഥലത്തൊക്കെ നല്ല ബഹുമാനിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാൻ, മുതിർന്ന ഉദ്യോഗസ്ഥരെയൊക്കെ നല്ല അനുമോദനങ്ങൾ ഏറ്റുവാങ്ങാനൊക്കെ ഉള്ളൊരു അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളാണ് ഈ ഒരു രാശിക്കാർക്ക്. അതുപോലെ വിദേശത്തൊക്കെ പോകാനൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും വളരെ നല്ലതാണ്. അതുപോലെ എന്തെങ്കിലും അൺനെസറി ആയിട്ടുള്ള ചിലവുകളെ ഒരു പരിധി വരെ കുറയാൻ വളരെ അനുകൂലമാണ്. അതുപോലെ നഷ്ടപ്പെട്ട കോൺഫിഡൻസ് തിരിച്ചു വരാനേ എടുക്കാനേ ഒക്കെ ഉള്ളൊരു വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഈ ഒരു രാശിക്കാർക്ക് എടുത്തു പറഞ്ഞാൽ. ഈ ഒക്ടോബർ 31 വീണ്ടും ഈ പറയുന്ന വ്യാഴത്തിൻ്റെ ഒരു ട്രാൻസിഷൻ നടക്കുന്നുണ്ട്. അതായത് കർക്കിടകൻ രാശി നിൽക്കുന്ന ഈ പറയുന്ന വ്യാഴം ചിങ്ങൻ രാശിയിലേക്ക് ട്രാൻസിഷൻ നടക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഈ രാശിക്കാരെ നോക്കിക്കഴിഞ്ഞാൽ വിവാഹം കഴിക്കാൻ വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. അപ്പോൾ 6 നിൽക്കുന്ന വ്യാഴം 7ലോട്ട് മാറുന്നു. അപ്പോൾ പുതിയ പാർട്ട്ണർഷിപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് നല്ലതാണ്. പുതിയ വിവാഹ ബന്ധങ്ങൾ വരാൻ, ഹസ്ബൻഡ് വൈഫൊക്കെ നല്ല സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾ നടക്കാൻ, അല്ലെന്ന രീതിയിൽ ജീവിതത്തിൽ നടക്കത്തില്ല എന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും നടക്കാൻ, നല്ല സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾ ഉണ്ടാകാൻ, പഴയ എന്തെങ്കിലും ഓൾഡ് ഡെപ്റ്റ് കടങ്ങളൊക്കെ ഉണ്ടെന്ന രീതിയിൽ അതൊക്കെ തിരിച്ചു കിട്ടാൻ ഉള്ള സാഹചര്യങ്ങൾ, ബിസിനസ്സിലൊക്കെ പഴയ കൊടുത്തിട്ട് കിട്ടത്തില്ല എന്ന് വിചാരിച്ചിരുന്ന പൈസകൾ കിട്ടാനും, ഒരു നഷ്ടപ്പെട്ട ആത്മവിശ്വാസം തിരിച്ചു കിട്ടാൻ, അതുപോലെ സഹോദരങ്ങളെ ബന്ധുമിത്രാദികളൊക്കെ കണ്ടുമുട്ടാൻ വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഈ ഒരു രാശിക്കാർക്ക് എടുത്തു പറയുകയാണെങ്കിൽ. അതുപോലെ വീടൊക്കെ പാർട്ടിഷൻ ചെയ്യാൻ, പ്രോപ്പർട്ടിയൊക്കെ പാർട്ടിഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് വളരെ അനുകൂലമാണ് ഈ ഒരു രാശിക്കാർക്ക് എടുത്തു പറയാണെന്നില്ല. ഇപ്പോൾ ശനിയാണ് ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് ശനി എന്ന് പറഞ്ഞാൽ 2ലാണ് നിൽക്കുന്നത്. അപ്പോൾ പല രീതിയിലൂടെ ഈ പറഞ്ഞ നഷ്ടപ്പെട്ട ആത്മവിശ്വാസം തിരിച്ചു കിട്ടാൻ, അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെ, അങ്ങനെ ഒരു പല കാര്യങ്ങളും അനുകൂലമായിട്ടുള്ള നിൽക്കുന്ന ഒരു സമയമാണ്. എന്നാൽ ഈ ഒരു 2027 ജൂൺ 3 ശനിയിലായിട്ടുള്ള മാറ്റങ്ങൾ വരും. അപ്പം പല രീതിയിലുള്ള പിന്നെയും ഇവർക്ക് പല രീതിയിലുള്ള കാര്യങ്ങൾ അനുകൂലമായിട്ടുള്ള വരാൻ, വിദ്യാഭ്യാസപരമായിട്ടുള്ള നല്ല ഉയർച്ച വരാൻ, ഉപരിപഠനത്തിന് അനുകൂലമാകാം. അതുപോലെ ബന്ധുമിത്രാദികളെ കണ്ടുമുട്ടാനെടുക്കാനും പുതിയ പാർട്ട്നേഴ്സിനെ കിട്ടാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ, വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ, ഉപരിപഠനവുമായിട്ട് ബന്ധപ്പെട്ട വിസ ഇമിഗ്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടായിരുന്നത് മാറാനെടുക്കാനൊക്കെ ഉള്ള ഒരു അനുകൂല സാഹചര്യങ്ങൾ, IELTS നീറ്റ് അങ്ങനെയൊക്കെ എക്സാം എഴുതി വെയിറ്റ് ചെയ്യുന്ന ആൾക്കാർക്കും അതൊക്കെ ഒരു നല്ല റിസൾട്ട് വരാൻ, നല്ല രീതിയിൽ ഊഹക്കച്ചവടത്തിൻ്റെ ലാഭം ഉണ്ടാക്കാനൊക്കെ ഉള്ളൊരു വളരെ അനുകൂലമായിട്ടൊരു സംഭവം സാഹചര്യങ്ങൾ, അതല്ല രീതിയിൽ പല രീതിയിലുള്ള കാര്യങ്ങൾ അപ്രതീക്ഷിതമായിട്ട് നടക്കാൻ, നമ്മുടെ ജീവിതത്തിൽ നടക്കത്തില്ല എന്ന് വിചാരിച്ചിരുന്ന കാര്യങ്ങളൊക്കെ നടക്കാൻ അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ്. പക്ഷേ എന്ന് വരിയിലെ ഈ ഒരു രാഹു കേതുവിൻ്റെ ആയിട്ടുള്ള മാറ്റം ഇവിടെ ഡിസംബർ 5 രാശി പരിവർത്തനം നടക്കുന്നു. അതുപോലെ 7 നിൽക്കുന്ന കേതു 6ലോട്ട് പോകുന്നു. അപ്പം തൊഴിൽപരമായിട്ട് എന്തെങ്കിലും ചെറിയ തടസ്സങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ലോണൊക്കെ പ്രതീക്ഷിച്ചിരുന്ന ലോണ് കിട്ടാനുള്ള ഒരു കാലതാമസം എടുക്കാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ, അതുപോലെ കടബാധ്യതകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൂടാനും ഒക്കെ പല രീതിയിലുള്ള എക്സ്പെൻസ് കൂടാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ, അതുപോലെ ഫോറിൻ ട്രാവൽ ചെയ്യാനൊക്കെ ഉള്ള ഒരു തടസ്സങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ എക്സ്പെൻസുകൾ അധികരിക്കാൻ കൂടാനൊക്കെ ഉള്ളൊരു സാഹചര്യം ഇങ്ങനെയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടെന്ന രീതിയിൽ നമുക്ക് അതിനെ ഒന്ന് മറികടക്കാനായിട്ട് രുദ്രാഭിഷേകം എന്ന് പറഞ്ഞ കർമ്മം മാസത്തിൽ 1 വെച്ചിട്ട് നമ്മുടെ നാളിൻ്റെ അന്ന് ചെയ്തു പോകുന്നത് നല്ലതാണ്. അത് ശിവൻ്റെ അമ്പലത്തിലാണ് സാധാരണ ചെയ്യുന്നത്. അതുമല്ലെന്ന രീതിയിൽ
ഭൈരവലക്ഷ്മി മന്ത്രം ചെയ്യുന്നത്, അതുപോലെ ഭൈരവന് കള്ള് ദാനം ചെയ്യുന്നത്, കൊയില ദാനം ചെയ്യുന്നത്, വീട് ദാനം ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെ ഉള്ളത് രാഹുവിനെ പോസിറ്റീവ് ആക്കാൻ നല്ലതാണ്. അതുപോലെ മുരുകൻ്റെ അമ്പലങ്ങളിൽ കൽക്കണ്ടം ദാനം ചെയ്യാം, അല്ലെന്നൊരു പനിനീര് ദാനം ചെയ്യാം. ഇതൊക്കെ രാഹുവിനെ പോസിറ്റീവ് ആക്കാൻ നല്ലതാണ്. അതുപോലെ ഗണപതിക്ക് ദർഭ ദാനം ചെയ്യാം. അതുമല്ല നിലയിൽ ഗണപതിയുടെ മൂലമന്ത്രം 108 ഒരുമിച്ച് ജപിച്ചു പോകുന്നത് നല്ലതാണ്. ജീവിതത്തിലെ പല രീതിയിലുള്ള തടസ്സങ്ങൾ മാറാൻ നല്ലതാണ്. അതുപോലെ എള്ള് ദാനം ചെയ്യുന്നത് നല്ലതാണ്. എള്ള് മുട്ടായി ഇങ്ങനെയൊക്കെ കേതുവിൻ്റെ റേഡിയേഷനാണ്. അതുമല്ല നിലയിൽ കമ്പിളി ദാനം ചെയ്യുന്നത്, ടോയ്സ് കമ്പിളിയൊക്കെ പ്രത്യേകിച്ച് അന്തര മുടന്തര അല്ലെന്നിരി തൂപ്പാരല്ല പാമ്പിടിച്ച ആൾക്കാർക്ക് ദാനധർമ്മമായിട്ട് കൊടുക്കുന്നത് കേതുവിനെ ശനിയും കൂടെ ഒരു സമയത്ത് പോസിറ്റീവ് ആക്കാനുള്ളൊരു കർമ്മമാണ്. അതുമല്ലെന്ന രീതിയിൽ കളിപ്പാട്ടങ്ങളൊക്കെ 12 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾക്ക് ദാനം ചെയ്യുന്നത് വളരെ നല്ലതാണ്. ബുധനെയും അതുപോലെ കേതുവിനെയും കൂടെ പോസിറ്റീവ് ആക്കാനുള്ള ഒരു കർമ്മമാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പൊതുവേ ഈ ഒരു രാശിക്കാർക്ക് നല്ല നീതിബോധം ഉണ്ടാകണം. നല്ല ശനിയുടെ ആയിട്ടുള്ള റേഡിയേഷൻ കാത്തു സൂക്ഷിക്കാനായി കാക്കയ്ക്ക് ഫുഡ് കൊടുക്കുക, അതുപോലെ സ്ട്രീറ്റ് ഡോഗ് ഇങ്ങനെയൊക്കെ ഉള്ളതിന് ആഹാരം കൊടുക്കുക, നായ്ക്കൾക്ക് ഫീഡ് ചെയ്യുന്നതൊക്കെ വളരെ നല്ലതാണ്. അതേപോലെ ഇവിടെ അതുകൊണ്ട് ശനിയെ അതുപോലെ മെറ്റൽ റേഡിയേഷൻ ഉള്ള വർക്കൊക്കെ ചെയ്യുക, എഞ്ചിനീയറിംഗ് മെറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള ഇരുമ്പിൻ്റെ റേഡിയേഷനുള്ള ആണ് ശനി എന്ന് പറയുന്നത്, അത് നല്ലതാണ്. അതുപോലെ ഇവിടുത്തെ നാളെ ഔട്ടം ചതയം പൂർട്ടാതിയൊക്കെ പറഞ്ഞ് ഔട്ടത്തെ നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ചൊവ്വാടായിട്ടുള്ള റേഡിയേഷനുണ്ട്. ശനിയുടെ കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ചൊവ്വാട റേഡിയേഷനൊക്കെ ഉള്ളതുകൊണ്ട് ആ ചൊവ്വയെ ഒന്ന് പോസിറ്റീവ് ആക്കാനും ബ്ലഡ് ദാനം ചെയ്യുന്നത്, അതുപോലെ ചുവന്ന വസ്ത്രം ദാനം ചെയ്യുന്നത്, അതുപോലെ ചെമ്പരത്തി ചെത്തി ഇങ്ങനെയൊക്കെ വെച്ച് പരിപാലിക്കുന്നതൊക്കെ ഇവർക്ക് നല്ലതാണ്. അതുപോലെ രാഹുവിൻ്റെ കാര്യം പറഞ്ഞ് ചതയുന്ന ആളുകാർക്ക് രാഹുവിൻ്റെ ആയിട്ടുള്ള പല റേഡിയേഷനുള്ള കാര്യങ്ങൾ പോസിറ്റീവായി വെക്കണം. അത് വളരെ നല്ലതാണ് ഈ ഒരു രാശിക്കാർക്ക്, രാഹുവിൻ്റെ ശനിയുടെ. അതുപോലെ പുരുട്ടാതിയെ നോക്കിക്കഴിഞ്ഞാൽ ഈ വ്യാഴത്തിൻ്റെയും സൂര്യൻ്റെ ആയിട്ടുള്ള കാര്യങ്ങൾ, വ്യാഴത്തെ പോസിറ്റീവ് ആക്കാൻ മഞ്ഞ വസ്ത്രം ദാനം ചെയ്യുക, മഞ്ഞ മണി ദാനം ചെയ്യുക, അതുപോലെ മഞ്ഞ ചരട് കെട്ടുന്നത് നല്ലതാണ്. അതുപോലെ കുളിക്കുന്നുണ്ട് ശകലം ഒരു പിഞ്ചോ മഞ്ഞളിട്ടിട്ട് കുളിക്കുന്നത്, അതുമല്ലെന്ന് വരിയിൽ നമ്മുടെ സാഫ്രോണ് കുങ്കുമം ഒരു പാലിനകത്തിട്ടിട്ട് ശകലം കുളിക്കുന്നത്, ഡെയിലി കുടിച്ചു പോകുന്നത് ശുക്രനെയും ഒരേ സമയത്ത് ഈ പറയുന്ന വ്യാഴത്തെയും കൂടെ പോസിറ്റീവ് ആക്കാനുള്ളൊരു കർമ്മമാണ്. അതുപോലെ സൂര്യന് വേണ്ടി സൂര്യനെ പോസിറ്റീവ് ആക്കാൻ സൂര്യൻ്റെ ജലം ദാനം ചെയ്യുന്നത് നല്ലതാണ്. സൂര്യൻ്റെ സൺ മെഡിറ്റേഷൻ ചെയ്യുന്നത് നല്ലതാണ്. ആദിത്യ ഹൃദയ സ്തോത്രം ചൊല്ലുന്നത് നല്ലതാണ്. അതുപോലെ വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നതും സൂര്യനെ പോസിറ്റീവ് ആക്കാൻ നല്ലതാണ്. അതുമല്ലെന്നൊരു ഓം നമോ ഭഗവതേ വാസുദേവായ എന്നും 108 ചൊല്ലിപ്പോകുന്നത് സൂര്യനെ പോസിറ്റീവ് ആക്കാൻ നല്ലതാണ്. പ്രത്യേകിച്ചൊക്കെ എന്ന് പറഞ്ഞാൽ ഈ സൂര്യനൊക്കെ പൊളിറ്റിക്കൽ റേഡിയേഷനൊക്കെ ഉള്ളതാണ്. അതോറിറ്റിയുടെ ലീഡർഷിപ്പിൻ്റെ അങ്ങനെയൊക്കെ ഒരു ഗ്രഹമാണ്. അപ്പോൾ സൂര്യനെ പോസിറ്റീവാക്കി വെക്കുന്നത് വളരെ നല്ലതാണ്. ഗവൺമെൻറ് ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും നമുക്ക് പ്രശ്നങ്ങളെ അങ്ങനെയൊക്കെ ഉള്ളതിന് ഒരു പരിധിവരെ മറികടക്കാനൊക്കെ ഉള്ളതും അഡ്മിനിസ്ട്രേഷൻ സെക്ഷനിൽ കൂടുതലായിട്ട് ശോഭിക്കാനും ഒക്കെ വളരെ നല്ലതാണ് സൂര്യനെ പോസിറ്റീവാക്കി വെക്കുന്നത്.